പാക്കി നമ്മൾ എവിടെ പോവാ? ഷോപ്പിത്തി എന്തോ മേടിക്കാൻ പോവാ? ഹോർലിക്സ്. എന്റെ പാക്കി കുറെ ദിവസം കൊണ്ട് പറയുന്നുണ്ട് അവന് ഹോർലിക്സ് വേണം. അപ്പൊ ചുമ്മാതെന്ന് ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങിയതാ. അപ്പൊ നമുക്കിവിടെ എന്തുവാ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് പോയിട്ട് വരാം അല്ലയോ? ബൈ പറ. അങ്ങനെ പയ്യെ ഞങ്ങൾ വെള്ളോട്ട് ഇറങ്ങി. കുഞ്ഞിനാണെങ്കിൽ ഞാൻ ജനിച്ച് ഇതുവരെയായിട്ട് അവന് പാലിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ആകെ പനങ്കൽക്കണ്ടം മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ള. ഇപ്പം നാട്ടിൽ ചെന്നപ്പോൾ അവിടുന്ന് ഹോർലിക്സ് ഇട്ട് പാല് കുടിച്ച് അതിൽ പിന്നെ ഹോർലിക്സിന്റെ കാര്യം പറയും. ഞാൻ ഇന്നാട്ടെ നാളെ ആട്ടെ എന്നൊക്കെ പറഞ്ഞ് മാറ്റി മാറ്റി വെച്ച് ലാസ്റ്റ് ഇന്ന് ഞാൻ പാവല്ലേന്നും പറഞ്ഞ് അതിനെയും വിളിച്ചുകൊണ്ട് ഞാനിങ്ങ് വന്നു കേട്ടോ. കുഞ്ഞാണെ ഒന്നിനും വഴക്കിടത്തില്ല, അത് വേണമെന്ന് വഴക്കിടത്തില്ല, എന്നാൽ പറയും അത് വേണമെന്ന്. പിന്നെ വാങ്ങിത്തരാം അത്രയും പറയും. അന്നേരം ഹോർലിക്സ് ഇട്ടതിന്റെ നോട്ടമാണ് ആ കുനിഞ്ഞിടം നോക്കിയത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ വാങ്ങിക്കണേ. കുഞ്ഞിനാണെങ്കിൽ സ്കൂളിൽ ഫ്രൂട്ട്സ് കമ്പൽസറിയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ടാണ്. അത് മതിയോ? നോക്കട്ടെ അതിന്റെ വില നോക്കട്ടെ എത്രാന്ന്. ഇത് ഒടിഞ്ഞോ പോന്നോ? ഇപ്പം കണ്ടത് വേറൊന്നും അല്ല കേട്ടോ. ഇവിടെ മുട്ടായിയുടെ പല സെക്ഷനുണ്ട്. അതിലെ വലിയ മുട്ടായി നോക്കി കുഞ്ഞെടുക്കുക. അന്നേരത്തേക്ക് ഒത്തിരി വിലയാണെങ്കിൽ ഞാനൊന്നും മേടിച്ച് കൊടുക്കത്തില്ല. എന്തിനാ അത്ര വിലയുടെ ഒന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെറിയ വിലയുടെ അങ്ങനെ ഇതിനകത്തൊരു 20 രൂപയുടെ മുട്ടായി ഞാൻ തപ്പി പിടിച്ച് അത് മേടിച്ച് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് കേട്ടോ. അങ്ങനെ മുട്ടായി എടുത്താലും അങ്ങനെ ഒടിഞ്ഞിരിക്കുവോ അല്ലെങ്കിൽ അത് ഒത്തിരി വിലയാന്ന് പറഞ്ഞാൽ കുഞ്ഞങ്ങനെ വാശി പിടിക്കത്തൊന്നുമില്ല. ഞാൻ വാങ്ങിക്കൊടുക്കുന്നത് കൊണ്ട് പിന്നെ ഇങ്ങ് വന്നോളും കേട്ടോ. അന്നേരം ഞാനിങ്ങനെ അതെല്ലാം കണ്ട് വാങ്ങി റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ ദാ കണ്ടോ, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ ആ ഒരു തെരുവിലായിരുന്നു ഇതുപോലെ ഉത്സവം ഉള്ളത്. ഈ ഞായറാഴ്ച ആണെങ്കിൽ വേറൊരു തെരുവിലാണ്. അങ്ങനെ ഇവിടെ തെരുവ് അങ്ങനെയാണ് ഉത്സവം ഉള്ളത്. അന്നേരം ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് തന്നെ സന്ധ്യയായി കേട്ടോ. അന്നേരത്തേക്ക് നല്ല രസമുണ്ട്. റോഡിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവനും ലൈറ്റും പാട്ടും ഒക്കെ ആയിരുന്നു റോഡിൽ. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്കാണ് അമ്പലം പോലെ ഉണ്ടായിരുന്നത്. അന്നേരം അതിനകത്തോട്ട് കയറിയിട്ട് ജസ്റ്റ് എങ്ങനെയാ പൂജയെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് കയറിയേ. അകത്ത് ചെന്ന് കയറിയപ്പോഴത്തേക്ക് ഇതുപോലെ എല്ലാവരും പൂജ ചെയ്യുകയൊക്കെയാണ്. കൂടുതലും വേപ്പിലയും ഈ തേങ്ങയും അങ്ങനെ കുറേ പൂവും അങ്ങനെയൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ പൂജയാണ്. അങ്ങനെ അതെല്ലാം കണ്ട് റോഡിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് വേണ്ട വേറൊരു ഫാമിലി അവർ ഇതുപോലെ തലയിൽ വെച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മേടിച്ച സാധനങ്ങളൊക്കെ പയ്യെ എടുക്കുവാണ്. കുഞ്ഞിനായാലും ബിസ്ക്കറ്റ്, പേരയ്ക്ക, ഹോർലിക്സ് മെയിനായിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. പിന്നെ ഈ മാങ്ങയില്ലേ, അത് 100 രൂപയ്ക്ക് 3 കിലോ ഉള്ള മാങ്ങയാണ്. പാക്കി നമ്മൾ ഹോർലിക്സ് മേടിച്ചോ? എന്തേ കാണിച്ചേ? ഡപ്പേലി ഇല്ലായിരുന്നില്ലേ, കവറിലേ ആയിരുന്നല്ലേ? നാട്ടിൽ ചെന്നപ്പോൾ ഡപ്പയിലിരിക്കുന്നതാണ് അവൻ കുടിച്ചത്. അന്നേരം ഇത് വേറെന്തോ ഫ്ലേവറാന്ന് അങ്ങനെയൊക്കെയാണ് അവൻ്റെ വിചാരം. പിന്നെ മേടിച്ചുകൊണ്ട് വന്നൊക്കെ പയ്യെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് ആ മുട്ടായാണ് ഞാൻ വാങ്ങിച്ചത്. അതിന് 20 രൂപയായിരുന്നു. പിന്നെ ഞാൻ മാങ്ങയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു, 100 രൂപയ്ക്ക് 3 കിലോ കിട്ടിയത്. നല്ല മാങ്ങയാണ്, നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ള മാങ്ങ. അന്നേരം ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഞങ്ങളുടെ കുഞ്ഞ് ഷോപ്പിംഗ്. ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ.